എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു ബ്രൊലാവിയയുടെ ഓവർഹെഡ് വീഡിയോ സ്റ്റാൻഡാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇത് 1500 രൂപക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ക്രാഫ്റ്റ് വീഡിയോ, ആർട്ട് വീഡിയോ, കുക്കിംഗ് വീഡിയോ, ഒപ്പം സ്റ്റിച്ചിങ് വീഡിയോ, അങ്ങനെ ഒരുപാട് വീഡിയോസിന് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാൻഡാണിത്. ഇതിൽ തന്നെ ഒരുപാട് മോഡൽ അവൈലബിൾ ആണ്. ഇത് കണ്ടില്ല, ഇതിൽ കാണിക്കുന്ന തന്നെ ഉണ്ട് ഒരുപാട് മോഡൽ. അപ്പോൾ ഇതിൽ ഞാൻ ഒരു മോഡലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പാർട്സുകളും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൽ ഞാൻ റിംഗ് ലൈറ്റും കൂടി ഉള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ റിംഗ് ലൈറ്റ് ഇല്ലാത്തത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെതായ വില കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നല്ല ലൈറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ലതാണ്. ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഇതാ എല്ലാം സെപ്പറേറ്റ് പാക്കിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പാക്കിംഗ് അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്, ഒരുപാട് അതിൻ്റെ പിറകിൽ കുറേ എഫേർട്ടും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ കുറേ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസ്ക് ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന പാർട്സ് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹോൾഡറാണ്. അപ്പോൾ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. നല്ല പ്ലാസ്റ്റിക് കവറിലാണ് ഇവരിത് പാക്ക് ചെയ്തിട്ടുള്ളത്. പറയാതിരിക്കാൻ വയ്യ, നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അത് പ്ലാസ്റ്റിക് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ 1500-ന് നമുക്ക് നഷ്ടമൊന്നുമില്ല. ഇത് മൊബൈൽ ഹോൾഡർ തന്നെയാണ്. ഇതിൻ്റെ സെൻറ്റർ നല്ല സോഫ്റ്റ് ഉണ്ട്, അതുകൊണ്ട് മൊബൈലിന് സ്ക്രാച്ചൊന്നും വരില്ല. അടുത്തത് ഇതാണ് നമ്മളെ റിംഗ് ലൈറ്റ് വെക്കാനുള്ള ഒരു പാർട്സ്. ഇതാണ് മേശയിൽ ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. ഈ പാർട്സ് നല്ല മെറ്റലിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള സ്പ്രിങ്ങും ആണ്. നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കുകയൊക്കെ ചെയ്യാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മേശയിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. അതിന് നമ്മളിത് ഈ സ്ക്രൂ ഇങ്ങനെ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. പക്ഷേ ഞാൻ തിരിച്ചത് ലേശം ഓവറായിപ്പോയതാണ്. ഇനി ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഈ സ്ക്രൂ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നല്ല ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. വെയിറ്റുള്ള മൊബൈലോ ഒക്കെ വെക്കാം.
മേശയിൽ ഫിറ്റാക്കുന്ന ഭാഗം ഇവിടെയാണ്. ഇതുണ്ടോ, എങ്ങോട്ടായാലും ഇത് തിരിയും, കണ്ടില്ലേ? എങ്ങനെ തിരിച്ചെടുക്കാം. അതുപോലെ ഇതിൻ്റെ താഴെയുള്ള ഇതിങ്ങനെ തിരിച്ചിട്ട് വേണം നമ്മളത് താഴ്ത്തിയെടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലാണ് മേശ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം തിരിച്ച് താഴ്ത്തി വരണം. എന്നിട്ട് നമുക്ക് മേശയിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ മേശയിലേക്ക് വെക്കുന്നതിന് മുന്നേ തിരിക്കുന്നില്ലേ, അതേപോലെ വെച്ച് കഴിഞ്ഞിട്ട് തിരിക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടായില്ലായിരുന്നേ. അതിൻ്റെ താഴെ നമ്മൾ കബോർഡ് വെച്ചിട്ടില്ലേ, അതുകൊണ്ട് തിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ മേശയിൽ വെക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പിന്നെ സ്റ്റിച്ചിങ് മേശയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിമേലെ വെക്കാൻ പറ്റുള്ളൂ, ഇതിലേക്ക് ഈ മറ്റേ മേശയിലേക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ താഴെ നമുക്ക് ഇതുപോലെ തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ സാധാ മേശയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ആ തിരിക്കുന്ന ആ ഒരു ആണി ഉണ്ടല്ലോ, അത് ലേശൂടിയും പിന്നെ അത്ര നീളത്തിലല്ലെങ്കിൽ നമുക്ക് തിരിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പിന്നെ സ്റ്റിച്ചിങ് മേശമേലൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. താഴത്ത് തിരിക്കേണ്ടതുകൊണ്ടാണ്. അങ്ങനെ ചെറിയൊരു സ്ക്രൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാത്തിലും തിരിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ സ്ക്രൂ അധികം മുറുക്കണ്ട, നമുക്കിതങ്ങനെ തിരിക്കാനൊക്കെ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഈ പാർട്സ് നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് വേണം നമ്മൾ കമ്പിയിലേക്ക് ഫിക്സ് ചെയ്തെടുക്കാൻ. ഇത് റിംഗ് ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഇതാ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈ സ്ക്രൂ ലൂസാക്കി കൊടുത്തിട്ടും പിന്നെ നമ്മൾ ആവശ്യാനുസരണം എങ്ങോട്ട് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. ഇത് ഹൊറിസോണ്ടലായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫോൺ അങ്ങനെ വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. അതുപോലെ ഇതിൽ ലാപ്ടോപ്പ് വേണമെങ്കിലും കണക്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ മൊബൈൽ അഡാപ്റ്റർ കിട്ടില്ല. ഇത് നമ്മളെ മൊബൈലിൻ്റെ അഡാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ വേണം കണക്ട് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ. 3 മോഡലുള്ള ലൈറ്റുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഇതുപോലെ ഇത് നല്ല വെളിച്ചമാണ് ഈ ലൈറ്റിൽ. അപ്പോൾ ഈ 3ാമത്തെ മോഡൽ ലൈറ്റ് ഇതുണ്ടോ, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അതുപോലെ സ്റ്റിച്ചിങ്ങിലാണെങ്കിലും കുക്കിങ്ങിലൊക്കെ ആണെങ്കിൽ കറക്റ്റ് ലൈറ്റ് നമുക്ക് ഇതിലേക്ക് കിട്ടും. അപ്പോൾ ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുണ്ടോ,
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പുതുതായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.